ഈ അമ്മമാരെ കൊണ്ടൊക്കെ ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യിപ്പിക്കാൻ എന്ത് പാടാണല്ലേ. ഒരു ബർത്ത്ഡേക്ക് ക്യാൻഡിൽ ഊതാൻ പറഞ്ഞ് കാണിക്കുന്ന പരിപാടിയാണ്. ഞാനും പൊന്നും കൂടി വിചാരിച്ച അമ്മയ്ക്ക് ഒരു ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാ കൊല്ലവും ഞങ്ങൾ ബ്രെഡിൽ തേച്ച ചോക്ലേറ്റ് വെച്ചിട്ടാണ് അമ്മ കേക്ക് മുറിച്ചുകൊണ്ടിരിക്കണേ. ഇപ്രാവശ്യം സ്വന്തം പൈസയ്ക്ക് വാങ്ങിയ കേക്ക് അങ്ങോട്ട് മുറിക്കാൻ വിചാരിച്ചു. സർപ്രൈസ് ഒന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ആളാണ് കേട്ടോ. സംഭവം കിടിക്കുന്നുണ്ടെന്ന് അമ്മേരെ മുഖത്ത് തന്നെ കണ്ടാൽ മനസ്സിലായിക്കൂടെ. ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ നോട്ടം കണ്ടാൽ മനസ്സിലാവും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് വേഗം തന്നെ അച്ഛനെ കാണിച്ചു കൊടുത്തില്ലെങ്കിൽ സമാധാനമില്ല. അച്ഛൻ്റെ മുഖത്തൊരു ചെറിയ കുശുമ്പുണ്ട് കേട്ടോ. അത് അച്ഛൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞങ്ങൾ കപ്പ് കേക്കിൽ ചോക്ലേറ്റ് തേച്ചിട്ടാണ് കൊടുത്തത്. അതായിരിക്കും ആ വിഷമം. അന്നത്തെ ആ ദിവസം എന്തോരം ഇടങ്ങേറാന്ന് പറയുണ്ടായേ. കേക്കിന് ചുറ്റും വെക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് മാലബിൾ വാങ്ങിയിരുന്നു. അത് സ്വിച്ച് ഇട്ട് ഓണാക്കിയതും ഡിം മൊത്തമായിട്ട് കരിഞ്ഞു പോയിരുന്നേ. പിന്നെ ആ മെഴുകുതിരി എൻ്റെ ഉണ്ണി അങ്ങോട്ട് വെച്ചതും ആ 3 എന്നുള്ളത് 2 ഒടിഞ്ഞു. പിന്നെ എവിടെ നിന്നൊക്കെയോ ഫേവിക്കോളും കുറേ കരിക്കലൊക്കെ വെച്ച് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് സംഭവിക്കണേ. ആ കത്തിക്കുമ്പോൾ എങ്ങനെ വീണാൽ ഞങ്ങളെ കൊന്നേനെ. ആ കേക്ക് ഊതുന്നു, ഞങ്ങൾ കൈയടിക്കുന്നു. ഇപ്പോൾ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അതാണ് ഈ വീഡിയോയുടെ ഹൈലൈറ്റ്. 23 വർഷമായിട്ടും എൻ്റെ അച്ഛനമ്മയ്ക്കും എങ്ങനെ ഒരു ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ച് അങ്ങോട്ട് കൊടുക്കണ്ടേന്ന് അറിഞ്ഞൂടാ. ഇതിപ്പോൾ അച്ഛൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ച പോലെ ആയല്ലോ. സംഭവം ഇതൊക്കെ ആണെങ്കിലും എൻ്റെ മാതാശ്രീക്ക് 43 വയസ്സായിട്ടാണ്. ഞാൻ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും പൊളിയായിട്ടുള്ളത് എൻ്റെ അമ്മയാണ്. സത്യം പറയാൻ വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ ആദ്യത്തെ കുട്ടി എൻ്റെ അമ്മയാണ്. കാരണം ഇത്ര വയസ്സായിട്ട് എൻ്റെ അമ്മയ്ക്ക് ഇപ്പോഴും ആ കുട്ടിത്തം പോയിട്ടില്ല. പിന്നെ നേരത്തെ നമ്മൾ ഉപയോഗിക്കാൻ മറന്നുപോയ ക്യാറ്റാട്ടത്. ക്യാറ്റില്ല, ക്യാപ്പ്. അമ്മയ്ക്ക് ഇനി ഇതുപോലെ 1000 ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ അമ്മ.